നമുക്കിന്ന് പവർ പോയിൻ്റ് പഠിച്ചാലോ? അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ന്യൂ സ്ലൈഡ് ഓപ്ഷനിൽ താത്തു. അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റും കൂടെ വരണം ചെയ്യാം, സെക്ഷൻ ഹെഡർ, അങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈറ്റിലുള്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. 4 സ്ലൈഡ് ആഡാക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ വാട്ട് ഈസ് കമ്പ്യൂട്ടർ, ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, പിന്നെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ കോഴ്സ്, ഇങ്ങനെ 4 ഇതാണ് ഞാനിത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്ത വാട്ട് ഈസ് കമ്പ്യൂട്ടറിൽ അവിടെ നമുക്ക് പിക്ചർ കൊണ്ട് വയ്ക്കണം. അപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ട് താത്തിട്ട് എൻ്റെ അടുത്തതിന് ശേഷം ഇവിടെ ക്ലിപ്പ് ആർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ക്ലിപ്പ് ആർട്ടിൽ പോയിട്ട് നമുക്ക് വേണ്ട, ഇവിടെ ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് ടൈപ്പ് ചെയ്തു. അതിൽ എനിക്കിഷ്ടപ്പെട്ട കമ്പ്യൂട്ടർ, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പാഠമാണ് കൊണ്ടുവയ്ക്കുള്ളൂ. എന്നിട്ട് ഞാൻ ഗോ കൊടുക്കുക, എന്നിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഇതിനെ പിടിച്ച് നമ്മൾ ഇവിടോട്ട് വയ്ക്കുക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ കൊടുക്കുക എന്നതാണ്. അപ്പം ഞാൻ ഈ ഡിസൈനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിൽ മൗസിൽ റൈറ്റ് ക്ലിക്കിൽ അപ്ലൈ ടു സെലക്ട് സ്ലൈഡ് അത് കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ലൈഡിൽ മാത്രമായിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നിലും ഇങ്ങനെ വന്ന് നിൽക്കും. 4ലും 4 ഡിസൈൻസുകൾ കൊടുത്ത് 4 ഡിസൈൻസ് കൊടുത്തു. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ആനിമേഷൻ കൊടുക്കണം. ആനിമേഷൻ കൊടുക്കുക, അത് നമ്മൾ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ കൊടുത്തു. അങ്ങനെ ഓരോ സ്ലൈഡിലും നമ്മൾ ഓരോ ഇത് കൊടുക്കണം. നമുക്ക് നമ്മളെ സ്ലൈഡിൽ നമുക്ക് വേണമെങ്കിൽ അതിന് സൗണ്ടുകൾ കൊടുക്കാം. അതിനായിട്ട് ട്രാൻസിഷൻ സൗണ്ടിൽ പോയിട്ട് നമുക്ക് ഏത് സൗണ്ട് വേണം, ബ്രീസ് ആണെങ്കിൽ ബ്രീസ് കൊടുക്കാം. അങ്ങനെ ഓരോ സ്ലൈഡിലും ഓരോ സൗണ്ടുകളും നമുക്ക് കൊടുക്കാം. പവർ പോയിൻ്റ് ഇത്രയുള്ള വർക്ക്. ഇനി നമുക്ക് വീണ്ടും അതിനെ എടുത്ത് കാണണമെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് കീ ഉപയോഗിക്കുന്നത് F5 ആണ്. അപ്പോൾ F5ൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് വീണ്ടും കാണാൻ പറ്റും.